മിനിസ്ട്രീസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രാപഞ്ചിക ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ട് മഹാമാരി കുറിച്ച് പറഞ്ഞു, അഗ്നിപർവ്വതം, അതുപോലെ കടൽക്ഷോഭം, അതുപോലെ ഇടി, കൊല്ലിയാൻ, ഇങ്ങനെ ഇതൊക്കെ മറ്റുള്ള തണുപ്പ് രാജ്യങ്ങളിൽ കാണുന്നു എന്നുള്ള കാര്യം. മലിനീകരണത്തെക്കുറിച്ച് പറഞ്ഞു, അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, ശബ്ദ മലിനീകരണം. നമുക്ക് വേറൊരു കാര്യം കാണുന്നത്, ശരിക്കും ഇതൊരു സാമൂഹികമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അഴിമതി നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഇന്ന്. എല്ലാ മേഖലകളിലും അഴിമതി നിറഞ്ഞിരിക്കുന്നത് കാണാം. അത് ഒരു കൺട്രി മാത്രമല്ല, ഒരു സ്റ്റേറ്റ് മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും 2 തെസ്സലോനിയർ 2:7 പറയുന്ന പോലെ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് ശരിക്കും അധർമ്മത്തിൻ്റെ മർമ്മത്തിലാണ് അവന് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അധർമ്മമൂർത്തി എന്ന് പറയുന്നത് ആൻറ്റിക്രൈസ്റ്റാണ്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് വീണ്ടും മനുഷ്യൻ്റെ ആയുസ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ആദ്യം നമുക്ക് 700, 800, 900 ഒക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞ് നോഹയുടെ ഫ്ലഡിന് ശേഷം അത് കുറഞ്ഞ് 120 സംവത്സരമായിട്ട് കുറഞ്ഞു. 120 സംവത്സരം കഴിഞ്ഞിട്ട് ഇപ്പോഴേ വന്നിട്ട് അത് 60, 70, 80 ഒക്കെ ആയിട്ട് കാണുന്നു. കോവിഡ് വന്നതിന് ശേഷം ആ ഏജ് 70, 80 ഉള്ളത് വീണ്ടും താഴോട്ട് വന്നു, 50, 40 ഒക്കെ ആയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ നിൽക്കുന്ന നിപ്പിൽ വീണ്ടും മരിക്കുന്ന സ്റ്റേജും ഒക്കെ കാണുന്നുണ്ട്. കോവിഡിൻ്റെ എഫക്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മോശയുടെ സങ്കീർത്തനം 90 സങ്കീർത്തനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏറെ ആയാൽ 80 സംവത്സരം എന്നൊക്കെ. എന്നാൽ മോശ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ആ 120 വയസ്സിലും മോശ പർവ്വതത്തിൻ്റെ മേളിൽ കയറി അവിടെ നിന്ന് കനാൻ ദേശം കാണാനായിട്ട് പോയി. അതിന് കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു, നല്ല മല കയറാനും പറ്റിയിരുന്നു മോശയ്ക്ക്. അതുപോലെ കാരണം എന്താണ്, അവിടെ മോശയ്ക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ശാപം ഏറ്റിരുന്നില്ല. എന്നാൽ ആ ഇസ്രായേൽ മക്കളെല്ലാം മരുഭൂമിയിൽ കൂടി അവർ നടന്നവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് പിറുപിറുത്ത്, ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൻ്റെ ശാപത്തിന് ഏറ്റെടുത്ത് ദൈവം പറഞ്ഞാണ് നിങ്ങളാരും തന്നെ കനാൻ ദേശം കാണത്തില്ല, അടുത്ത തലമുറയെ കാണുള്ളൂ എന്ന് പറഞ്ഞ് അവരെ വിട്ടതുകൊണ്ട് അവരെല്ലാം ആ ശാപത്തിന് കീഴിലായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഇപ്പോഴും ഈ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യേശു മടങ്ങി വരുന്ന ഓരോ തലമുറകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തലമുറകൾ മാറിപ്പോകുമ്പോൾ അവർ കർത്താവിനെ അറിഞ്ഞു പോയാൽ ഒരു യേശുവിൻ്റെ വരവെങ്കിൽ ഉണ്ടാകും എന്നുള്ള ചിന്ത അവരെ ഭരിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. വേറൊരു കാര്യം അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്, ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഭൂകമ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 7 മേലുള്ള ഭൂകമ്പങ്ങൾ ഇപ്പം പഴയതുപോലെയല്ല, ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 9 ഉള്ള ഭൂകമ്പം ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഒക്കെ കണ്ടതാണ് പല ആഫ്രിക്കൻ കൺട്രികളിൽ. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ 8, 9 ഉള്ള ഭൂകമ്പങ്ങൾ കാണുന്നതാണ്. ഒരുപാട് കലാമിറ്റീസ് അതുമായിട്ട് വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂമി കുലുക്കവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്ന കാര്യമാണ് ഈ കിണറുകൾ അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേരളത്തിലും കാണുന്നുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം വരുമ്പോൾ അതിനകത്ത് നിന്ന് നിറവ്യത്യാസമുണ്ട്. കിണറ്റിൽ നുരയും പതയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കിണറുകളിൽ ഓളങ്ങൾ കാണുന്നു. വലിയ ശബ്ദത്തോടുകൂടി മുഴക്കം കിണറ്റിൽ നിന്ന് വരുന്നു. അതുപോലെ അത് കിണർ ഇല്ലാതെയായി പോകുന്നതാണ്. സാധനം തന്നെ അവിടെ ഇല്ല, ഒരു വലിയ ഡീപ്പായിട്ടുള്ളൊരു ഹോള് പോലെ രൂപാന്തരപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ജിയോളജിക്കൽക്കാർ വന്ന് ഇതൊക്കെ നോക്കുന്നതൊക്കെ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6:14 ഇങ്ങനെ പറയുന്ന എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവും. അതിന് നമ്മളെ കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നു. ഭൂകമ്പം ഒരുപാട് കാര്യം ഭൂകമ്പത്തെക്കുറിച്ച് റെവലേഷനിൽ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാവും. അതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ മാറിപ്പോകും. ദ്വീപുകൾ ഓടിപ്പോയി, മലകൾ കാണുവാനില്ല. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി എന്ന് നമ്മൾ കാണുന്നു. കുറേ വർഷങ്ങളായിട്ട് ഡിസ്കഷനായിട്ടുള്ളൊരു കാര്യമാണ്
ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന കാര്യം. ലോകത്ത് മുഴുവനായിട്ട് ടെമ്പറേച്ചർ 5 തൊട്ട് 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടി കാണപ്പെടുന്നു. അത് ഇത് അത്രയും കൂടിയപ്പോൾ നമുക്കറിയാം കേരളത്തിലുമൊക്കെ എപ്പോഴും 40-45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട്. നേരത്തെ മാക്സിമം പോയാൽ പാലക്കാട്, പുനലൂർ ഇവിടെയൊക്കെയാണ് 35-40 ആയിരുന്നു പണ്ട് ഒക്കെ ഓർക്കുന്നു. അത് കുറച്ച് കൂടിയ ചൂടായിരുന്നു, ഏറ്റവും സമ്മറിലൊക്കെ വരുന്ന വലിയ ചൂട്. അല്ലാത്ത സമയങ്ങളിൽ അങ്ങനെ ഇല്ലായിരുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറവായിരുന്നു. ഇന്ന് കേരളം മുഴുവനായിട്ട് ചൂടിൻ്റെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, കേരളത്തിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലും ഈ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണുള്ളത്. അതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റൊക്കെ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഏറ്റവും നമ്മൾ പല ലെയർ ഉണ്ടല്ലോ, പല തട്ടുണ്ട് ഈ വിധാനത്തിലല്ലേ, ആകാശത്തെന്ന് പറയുന്ന പല തട്ടുകളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയറിന് അയണോസ്ഫിയർ എന്നും പറയും. ഇങ്ങനെയുള്ള 4-5 തട്ടുകളുണ്ട്. അതിൻ്റെ ഏറ്റവും മേളത്തുള്ള 5th ലെയറിൽ, ആ 5th ലെയറിൽ ചില ചുളുക്കങ്ങൾ വന്നു എന്നുള്ള ഒരു സ്റ്റഡിയാണ് കിട്ടുന്നത്. കാര്യം വെച്ചാൽ ഇത് നിൽക്കുന്നത് ഒരു ജിയോ മാഗ്നറ്റിസം എഫക്റ്റിലാണ് നിൽക്കുന്നത്. ജിയോ മാഗ്നറ്റിസം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുള്ള കാന്തിക ശക്തി ഇതുമായിട്ടുള്ള ഇതിനെ ഇങ്ങനെ വലിച്ച് നിർത്തിയിരിക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇത്രയും ഏരിയയ്ക്ക് ഒരു മാഗ്നറ്റോസ്ഫിയർ എന്നാണ് പറയുന്നത്. എന്നിട്ട് സൂര്യൻ്റെ ചൂട് വരുമ്പോൾ അത് തട്ടി ഭൂമിയിൽ വരാതെ അതിനെ തടഞ്ഞു നിർത്തിയത് തട്ടി പല സ്ഥലങ്ങളിലേക്ക്, കോസ്മോസിലേക്ക് തിരിച്ചു വിടുന്ന ഒരു പ്രക്രിയയാണ് ഈ ലെയർ ചെയ്യുന്നത്. എന്നാൽ ഈ ലെയറിന് ചെറിയ രീതിയിലുള്ള ചുളുക്കങ്ങൾ വരികയും, അങ്ങനെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മാഗ്നറ്റിസം, ജിയോ മാഗ്നറ്റിസം എന്ന് പറയുന്ന അതിൻ്റെ തീവ്രത 15% കുറഞ്ഞുപോയി എന്ന് കഴിഞ്ഞ 150 വർഷങ്ങളിലായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കാരണം ഭൂമിയുടെ അകത്ത് ചൂടുകൊണ്ട് തിളയ്ക്കുകയാണ്. അതുകൊണ്ടാണോ എന്താ? അത് മാത്രമല്ല, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മാഗ്നറ്റിസം ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരം ഈ മാഗ്നറ്റിസം ഈ അയണോസ്ഫിയറിലുള്ള അതുമായിട്ടുള്ള ലിങ്കിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനകത്ത് ചെറിയ വിള്ളലുകൾ വീഴുന്ന പോലെ അതിൻ്റെ ആ എഫക്റ്റ് ഈ നാളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കുറഞ്ഞിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇത് ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഐസ് മലകളൊക്കെ ഉരുകി അതെല്ലാം വന്ന് കടലിലേക്ക് വന്നാൽ കടലിലെ വാട്ടർ ലെവൽ കൂടുകയും കൊച്ചി പോലുള്ള, ന്യൂയോർക്ക് പോലുള്ള പട്ടണങ്ങൾ അധികം താമസിയാതെ തന്നെ വെള്ളത്തിനടിയിലാകും എന്നുള്ള ഒരു സ്റ്റഡി ഇതുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഗ്ലോബൽ വെതർ ചേഞ്ച്, അതിനുവേണ്ടി ഇപ്പം വലിയ സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അതെങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് സ്റ്റഡികൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ബൈബിളിലെ അതിനെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചൂട് വർദ്ധിക്കുന്ന കാര്യം, സൂര്യനിൽ നിന്ന് ചൂട് വന്നിട്ട് നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വറക്കും എന്നുള്ള രീതിയിൽ, മനുഷ്യനെ വറക്കുന്ന രീതിയിലുള്ള ചൂട് സൂര്യനിൽ നിന്ന് വരുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോഴേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു പ്രിലൂഡ് പോലെ അതിന് മുമ്പിൽ നമ്മളെ അറിയിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യം, അതിഭയങ്കരമായ ചൂട് വരും എന്നുള്ളത് നമ്മളെ അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ 15% ഉള്ള ഈ ജിയോ മാഗ്നറ്റിസം അതൊന്ന് കുറച്ചും കൂടി ആ തീവ്രത അതിൻ്റെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഈ മാഗ്നറ്റോസ്ഫിയർ ഒന്ന് ചുരുങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യരെ ചുട്ടുകൊല്ലും എന്ന് നമുക്ക് കാണുന്നു. വെളിപ്പാട് 16:8 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിലൊഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം കൊടുത്തു. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. അങ്ങനെയാണ് ഇട്ടേക്കുന്നത്, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. അപ്പോഴതിൻ്റെ ഒരു ആദ്യ നടപടിയാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഗ്രാവിറ്റി 15% കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം
മനുഷ്യൻ്റെ ഈ എന്താണ് എല്ലുകൾ, അല്ലെങ്കിൽ അവൻ്റെ BP, അവൻ്റെ ഹാർട്ട്, ഇതൊക്കെ തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ചെറിയൊരു ലിങ്കുണ്ട്. ഇപ്പം തന്നെ പഴയതുപോലെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ. നടക്കുമ്പോൾ പെട്ടെന്ന് കാല് കഴിക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ 7, 8, 10 കിലോമീറ്ററൊക്കെ നടന്നാൽ കാല് കഴിക്കത്തില്ല. ഇപ്പം 4-5 കിലോമീറ്റർ നടക്കുമ്പോൾ ആളിൽ കാല് കഴിക്കുന്നു. എന്താണ് കാരണം? അത് കൂടാനുള്ള കാര്യം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതിൻ്റെ കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലുകൾ ഒടിയും, പൊട്ടും പെട്ടെന്ന്. അതുപോലെ BP കൂടും, ഹാർട്ടിന് ഇത് പ്രശ്നം ഉണ്ടാവും. അതുപോലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഇത് സംബന്ധിച്ച് വരും എന്ന് നമ്മൾ ഓർക്കുക. നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ് ക്ഷാമവും ഭൂകമ്പവും അതുപോലെ രോഗങ്ങളും. ഇത് മൂന്നും നേരത്തെ സൂചിപ്പിച്ചാണ്. ക്ഷാമം ലോകത്തിൽ ഇപ്പം നമ്മളീ പറയുന്ന ഇന്ത്യയിൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ കൂടി, നമുക്ക് ഫുഡ് മെറ്റീരിയൽസൊക്കെ കൂടി എന്ന് പറഞ്ഞെങ്കിലും പോവർട്ടി ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ റേറ്റൊക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ലോകത്തിലെ ജനസംഖ്യ കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്ന കഴിഞ്ഞ 200 വർഷക്കാലമാണ് ജനസംഖ്യ ഇത്രയും കൂടിയത്. കാരണം 5800 വർഷം കൊണ്ട് ലോക ജനസംഖ്യ 100 കോടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോഴേ ആയിരിക്കുന്നത് 800 കോടി കഴിഞ്ഞു. അത് ഈ 200 വർഷം കൊണ്ട് 700 കോടി ജനം ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. അന്നേരം ഇത് വെച്ചിട്ട് അവർക്ക് വേണ്ട റിസോഴ്സസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കടുത്ത ക്ഷാമം ഉണ്ടാവും. വെളിപ്പാട് പുസ്തകം 6:8 ക്ഷാമത്തെക്കുറിച്ച് പറയുന്നു. യെശയ്യാ 9:20 മനുഷ്യനെ തിന്നുന്ന കാലം ഉണ്ട് എന്ന് പറയുന്നു. മനുഷ്യനെ പിടിച്ച് തിന്നും. കാരണം അത്രയ്ക്ക് ക്ഷാമം, അവന് ഭക്ഷണമില്ലാത്തൊരു സ്റ്റേജിലേക്ക് വരും. അതായത് ആ ക്ഷാമം ഇപ്പോഴേ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് ഈ ഉൽക്കകളുടെ വീഴ്ചയാണ്. അതുമായിട്ട് ഇത്തിരി കാര്യം പറയാനുണ്ട്. ആകാശത്തിൽ അടയാളങ്ങളുണ്ട്, ഉൽക്കകളുടെ വീഴ്ച. ഈ ഉൽക്കകളുടെ വീഴ്ച കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 3 വർഷത്തിന് മുമ്പായിരുന്നു ഒന്ന്. ഉൽക്കകൾ എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഉൽക്ക റെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പത്രത്തിലൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് രാത്രി മുഴുവൻ ഇത്രയും ഉൽക്കകൾ വരും, നമുക്ക് പോയി ബൈനോക്കുലേഴ്സ് പോയിട്ട് അത് പോയി നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഉൽക്കകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഈ ഉൽക്കകൾ ഭൂമിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാവും. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുന്നു എന്ന് മഹോദ്രവകാലത്ത് ഒരു പ്രവചനമുണ്ട്. വെളിപ്പാട് പുസ്തകം 6:13. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 21:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും എന്നുള്ളത്. അത് ഈ ശരിക്കും അത് ഉൽക്കകളായിട്ട് നമുക്കിപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഉൽക്കകളാണ്. കാരണം ഭൂമിയേക്കായും വലുതാണ് ഒരു നക്ഷത്രം. ആ നക്ഷത്രം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമിയിൽ ആരും കാണത്തില്ലല്ലോ. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ പറ്റിയാൽ അത് ഒരു പാർട്ടാണ്, ഉൽക്കയായിട്ടാണ് വീഴുന്നത് എന്ന് നമുക്കറിയാം. അത് വീണത് പണ്ട് ഈ കോട്ടയം, പത്തനംതിട്ട സൈഡിലൊക്കെ രക്തമഴ പെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും എന്ന് മനസ്സിലാക്കുന്നു. രക്തമഴ പെയ്തു എന്ന്. അതിൽ ഈ രക്തമഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് അന്ന് കിണറ്റിലെ വെള്ളമൊക്കെ രക്തത്തിൻ്റെ കളറായി, ടെറസിൻ്റെ മേലിലുള്ള വെള്ളമൊക്കെ, മഴവെള്ളമൊക്കെ രക്തത്തിൻ്റെ കളറായി. അത് കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: അത് ഉണ്ടായത്, ഈ രക്തമഴ ഉണ്ടായത്, അത് കണ്ടുപിടിച്ചത് പോലും കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയാണ്, അവരുടെ ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചത്. അത് പിന്നെ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം യെസ് വെച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉണ്ടായത് ഈ ഉൽക്കയുടെ ഇൻട്രാക്ഷൻ കൊണ്ടാണ് ഈ രക്തമഴ ഉണ്ടായത്. ഈ അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങൾ ഇതുമായിട്ട് ഘർഷണം ഉണ്ടായിട്ട് അത് കത്തിയിട്ട് ഉണ്ടായ ആ ചുമന്ന കളറിലുള്ള വെള്ളമാണ് വന്നത് എന്ന് ഒക്കെ പറഞ്ഞ് ഞാനത് പത്രത്തിൽ വായിച്ചായിട്ട് ഓർക്കുന്നു. അന്നേരം 2002 രക്തമഴ ഉണ്ടായെന്ന് പറയുന്നുണ്ട്, അതിനുശേഷം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കടലിൽ 1/3 രക്തമായി, വെള്ളത്തിന് 1/3 കാഞ്ഞിരം പോലെയായി. അത് അന്ന് പറഞ്ഞിരുന്നു, കിണറ്റിലെ വെള്ളം കോരി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, കയ്പുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഈ ആൻറ്റി ക്രൈസ്റ്റ് ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിത്തീരുന്ന ഒരു അവസ്ഥ
ബൈബിളിൽ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 8:7 മുതൽ 13 വരെ. ഈ ആസ്ട്രോയിഡ് പൊട്ടിത്തെറിച്ചാൽ രക്തമഴ പോലെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകും. ഉൽക്കകൾ വീഴുന്നത് അതിൻ്റെ ഒരു അടയാളമാണ്. ആകാശത്ത് നക്ഷത്രം വീഴുന്ന പോലെ അല്ലെങ്കിൽ ആസ്ട്രോയിഡ് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം ആകാശത്തിലെ അടയാളങ്ങളാണ്. ലൂക്കോസ് 21:11 കാണുന്നു, സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാകും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും എന്ന്. നമുക്കറിയാം ഈ റപ്ചർ നടന്നതിന് ശേഷം എന്ന് വെച്ചാൽ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഇവിടെ വലിയ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉള്ളത്. പ്രത്യേകിച്ചും ഈ കാന്തിക ശക്തി കുറയുകയും അതുപോലെ ഭൂമിയുടെ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയച്ചിരിക്കുന്ന സാറ്റലൈറ്റൊക്കെ പടപടാന്ന് ഭൂമിയിലേക്ക് വീഴും. മേളിലേക്ക് അയച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾ എത്രയോ ലക്ഷക്കണക്കിന് സാറ്റലൈറ്റുകളാണ് ഉയരത്തിൽ നിൽക്കുന്നത്. ഇതെല്ലാം താഴോട്ട് വീഴാൻ തുടങ്ങും. താഴോട്ട് വീണ് അത് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോവും എന്ന് പറയുന്നത് ശരിക്കും നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ ഒരു വാർത്തയായിരുന്നു സൂര്യൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ളൊരു വാർത്തയാണ്. സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. 3 വർഷം കഴിയുമ്പോൾ ആ സൂര്യനകത്ത് ചില കളങ്കങ്ങൾ പോലെ ചില പാടുകളുണ്ട്. അതിനകത്ത് എന്തോ ഹീലിയത്തിൻ്റെയൊക്കെ ആക്ഷൻ കൊണ്ടുമൊക്കെ സൂര്യൻ കുറേ നാൾ ഉറങ്ങും. എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് അത്രയുമുള്ള ടെമ്പറേച്ചർ നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന ചില സ്റ്റഡികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് സൂര്യനിലേക്ക് വരെ പോയി ഗവേഷണം നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ആകാശത്തിലെ അടയാളങ്ങൾ, അത് ഉൽക്കകളുടെ വീഴ്ച, അതുപോലെ വർണ്ണമഴ, രക്തമഴ, ഇതെല്ലാം തന്നെ ഈ അടയാളങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ വരവിനെ കാണിക്കുന്നതാണ്. അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സമയം ഇവിടെ തീർന്നല്ലോ. പ്രാപഞ്ചിക ആയിട്ടുള്ള തെളിവുകളാണ് നമ്മൾ എടുക്കുന്നത് ഈ ദിവസങ്ങളിൽ. ഇനിയും കുറേ കാര്യങ്ങളോട് ഇതിനകത്ത് സംസാരിക്കാനുണ്ട്. ഇത് പറയുന്നത് നമ്മളെ പേടിപ്പെടുത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ ഈ ലോകത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തതിന് ശേഷം ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ഈ കാണുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ അറിഞ്ഞ് അവൻ്റെ രഹസ്യവരവിൽ നമ്മൾ എടുക്കപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളിതിൻ്റെ കരങ്ങളിലേക്ക് കേൾവിക്കാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വെളിപ്പാടുകൾ ഈ ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വചനം അവരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കൂടുതൽ അറിയുവാനായിട്ട്, നിൻ്റെ വഴിയിൽ ജീവിപ്പാനായിട്ട്, നിൻ്റെ ശക്തിയിൽ ജീവിപ്പാനായിട്ട് കർത്താവേ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസിനെ ഞങ്ങൾ ഈ സമയത്ത് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം വർഷങ്ങളായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാർട്ടിൻ്റെ എല്ലാ ബ്ലോക്കുകളും അലിഞ്ഞു പോകട്ടെ കർത്താവേ. അതുപോലെ കർത്താവേ, സ്റ്റെൻഡ് ഇടണം എന്നൊക്കെ പറഞ്ഞ് കർത്താവേ ഇരിക്കുന്ന വ്യക്തികളൊക്കെ കർത്താവേ അതെല്ലാം മാറിപ്പോകട്ടെ. നിനക്ക് ഒരു വലിയ മിറക്കിൾ നീ അവരുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി അവരുടെ മേലെ ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ കൈ പൊക്കാനൊന്നും വയ്യാതെ വേദനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീ കർത്താവെ സഹായിക്കണമേ. കർത്താവെ, അവർ വിശ്വാസത്തോടുകൂടി അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനയിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞരമ്പിലുള്ള ക്ലോട്ടുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസിലിൻ്റെ ഉള്ള സ്റ്റിഫ്നെസ് കൊണ്ടോ ഒക്കെ ആയിരിക്കാമല്ലോ കർത്താവെ, ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തിൽ വലിയ ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കൊടുക്കണം. ആ രോഗത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് അവരെ വിടുവിക്കണം. ഈ രാത്രിയിൽ കർത്താവെ നിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. കർത്താവെ, പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നും കിട്ടുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും